ആയിരക്കണക്കിന് കലാകാരന്മാർ സൂര്യയുടെ വേദിയിൽ കൂടി വളർന്ന് വലുതായിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി, അങ്ങനെയുള്ള നിരവധി പേർ. ഇദ്ദേഹം റസൂൽ പൂക്കുട്ടി ഓസ്കാർ അവാർഡ് വാങ്ങിച്ചതിന് ശേഷം ആദ്യം പറഞ്ഞത് സൂര്യയെ പറ്റിയാണ്. അങ്ങനെ എത്രയോ കലാകാരന്മാർ സൂര്യയിൽ കൂടി വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കേരളത്തിൻ്റെ വെളിയിലുള്ളവരാണോ അകത്തുള്ളവരാണോ എന്ന അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ കേരളത്തിൽ വരുമ്പോൾ അവർ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഓണം ആഘോഷിക്കുക, നമ്മുടെ ഓണം കാണുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ എന്നാൽ കഴിയുന്ന വിധത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നതും. പിന്നീട് ഈ ഓണത്തിൻ്റെ സമയത്ത് ഈ കലാകാരന്മാരുടെ കാര്യം പറഞ്ഞല്ലോ, മലയാളികളായ കലാകാരന്മാർ ഒരിക്കലും വീട് വിട്ടു പോകില്ല. ഇപ്പോൾ അവിടെ 10,000 അല്ലെങ്കിൽ ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും അന്ന് അവരുടെ വീട് വിട്ട് അവർ പോകില്ല. ആ ഒരു ദിവസം അത്രയ്ക്ക് മഹത്വമുള്ളതാണ്, അത്ര ശക്തിയുള്ളതാണ്, അത്ര ആ ദിവസത്തെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ, യഥാർത്ഥ മലയാളികൾ. എനിക്ക് ചില ഇതുള്ളത് ഈ എല്ലാവർക്കും മലയാളിയായി പിറന്നു എന്നുള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കാനുള്ള അധികാരമോ അവകാശമോ അവർക്ക് കിട്ടുന്നില്ല. എല്ലാ മലയാളികൾക്കും ഓണം ആഘോഷിക്കാനുള്ള അവകാശമില്ല. ആർക്കാണ് അവകാശം? ഓണത്തിനെപ്പറ്റി ശരിയായ ധാരണയുള്ളവർക്ക്. അതായത് വിശക്കുന്ന ഒരു വയറിന് ചോറ് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഓണസദ്യ കഴിക്കുക. വസ്ത്രമില്ലാത്തവന് ഓണക്കോടി കൊടുത്ത് അവന് നല്ലൊരു വസ്ത്രം കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ഓണക്കോടി ധരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ഓണം ആഘോഷിക്കാനുള്ള അവകാശം, യോഗ്യതയുള്ളത്. പക്ഷേ നമ്മൾ അതല്ല ചെയ്യുന്നത്. ഇപ്പം തന്നെ എല്ലാവരും ഇവിടെ ഓണം ഒരു ആഴ്ചയ്ക്ക് മുമ്പ് പരസ്പരം കാണുമ്പം ഹാപ്പി ഓണം എന്ന് പറയും. ഓണാശംസകളെന്ന് നമുക്ക് പറയാം. ഓണത്തിന് ഹാപ്പി ഓണം എന്നല്ല പറയേണ്ടത്. ഒരിക്കലും ഹാപ്പി ഓണം എന്ന് പറയാൻ പാടില്ല. പക്ഷേ ഓണാശംസകളെന്ന് ആരും പറയുന്നുമില്ല. അവർ ഹാപ്പി ഓണം എന്ന് പറയും. അത് എല്ലാത്തിൻ്റെ കൂടെയും ഒരു ഹാപ്പി ചേർത്ത് ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ ഹാപ്പി ദുഃഖവെള്ളിയാഴ്ച എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അർത്ഥമില്ലാത്ത ഒരു വാക്കാണ് അവരുപയോഗിക്കുന്നത്. അപ്പോൾ ഓണത്തിന് ഓണാശംസകളെന്ന് മലയാളത്തിൽ തെളിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓണം. മാവേലിയുടെ സൗന്ദര്യം മനസ്സിലാക്കിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓണം. അവരെ കോമാളിയാക്കുന്നവർക്ക് അത് ആഘോഷിക്കാനുള്ള അവകാശവും യോഗ്യതയും ഇല്ല. ഇതൊക്കെ ഞാൻ പറയുമെന്തെങ്കിലും ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിന്നുള്ള കാര്യങ്ങൾ കുറേ പറയുന്നു എന്നല്ലാതെ ഇതൊക്കെ ഇനി എന്നാണ് തിരികെ വരുന്നതെന്നറിയില്ല യഥാർത്ഥ ഓണം. ആ യഥാർത്ഥ ഓണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും, അതേ ഉള്ളൂ. അത് വരും തീർച്ചയായിട്ടും. ഇതിൻ്റെ തെറ്റ് തിരുത്തി യഥാർത്ഥ ഓണത്തിലേക്ക് തിരികെ വരും എന്നുള്ളത് തീർച്ചയാണ്. ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ISROയിലെ സയൻറ്റിസ്റ്റായിരുന്നു. അപ്പോൾ ഒരു സയൻസും ആർട്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഈ കലാകാരന്മാരും സയൻറ്റിസ്റ്റും അവർ രണ്ടുപേരും ജീവിക്കുന്നതും ജീവിക്കേണ്ടതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് എന്തെങ്കിലും കണ്ടുപിടിക്കുന്നു, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു, ടെലഫോൺ കണ്ടുപിടിച്ചു, അങ്ങനെയുള്ള ഇപ്പം AI കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ പലതും അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്ലെയിൻ കണ്ടുപിടിച്ചു. ഇതെല്ലാം മനുഷ്യർ കണ്ടുപിടിച്ചതാണ്. അവർ ഈ കണ്ടുപിടിച്ചതൊന്നും തന്നെ അവരുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ല, നാടിന് വേണ്ടിയിട്ടാണ്. ആ നാടിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത്. മരുന്നിൻ്റെ ഒരു രോഗം വന്നാൽ എന്ത് മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നത് അവരുടെ വീട്ടിലുള്ളവർക്ക് രോഗം വരുമ്പോൾ കൊടുക്കാനല്ല, ലോകത്തിന് കൊടുക്കാനാണ്. അതുപോലെയാണ് കലാകാരൻ. അവൻ ഒരു നർത്തകി എടുക്കുകയാണെങ്കിൽ അവൻ ഈ നൃത്തം ചെയ്യുന്നത് മുമ്പേ ഇരിക്കുന്ന കുറേ ആൾക്കാരെ രസിപ്പിക്കാനായിട്ടല്ല. അതുകൊണ്ട് നമുക്ക് ആൾക്കാരെ തിരുത്താനാകുമോ, അവർക്കൊരു വേറൊരു ജ്ഞാനം നൽകാനാകുമോ എന്നുള്ളൊരു ചിന്തയാണ് ചെയ്യുന്നത്. മറ്റേതൊക്കെ പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അവരൊന്നും ആർട്ടിസ്റ്റ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സോ അപ്പോൾ കലാകാരന്മാരും സയൻറ്റിസ്റ്റും ഒരേ തട്ടിൽ ഒരേ നിലയിൽ നിൽക്കുന്നവരാണ് എന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ട്. പിന്നെ നമ്മളൊന്ന് നോക്കൂ, ഏത് കലയിലാണ് സയൻസ് ഇല്ലാത്തത്?
ഇപ്പോൾ ഒരു കർണാടക സംഗീതം എടുത്തു, ക്ലാസിക്കൽ മ്യൂസിക്. ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഗതി നിശ്ചയിക്കുന്നത് ആരാണ്? താളമാണ്. ഈ താളം എന്ന് പറയുന്നത് എന്താണ്? കണക്കാണ്. കണക്കെന്താണ്? സയൻസാണ്. അപ്പോൾ ഒരു ശാസ്ത്രീയ സംഗീതത്തിൽ കണക്ക് ഉണ്ട്, സയൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ ഇത്. ഇപ്പം നമ്മുടെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരെ നോക്കൂ, അബ്ദുൽ കലാം ആണെങ്കിലും രാജാ രാമണ്ണയാണെങ്കിലും വിക്രം സാരാഭായി ആണെങ്കിലും ഒക്കെ നോക്കൂ, അവരൊക്കെ അറിയപ്പെടുന്ന കലാകാരന്മാരും കൂടിയാണ്. ഈ ദർപ്പണയിലൊരു ഡാൻസ് സ്കൂളുണ്ട്, വലിയൊരു ഡാൻസ് അക്കാഡമി ഉണ്ട്. അതൊക്കെ തുടങ്ങിയത് വിക്രം സാരാഭായി എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നമാണത്. അപ്പോൾ ഇത് രണ്ടും മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു നല്ല സയൻറ്റിസ്റ്റും ഒരു നല്ല ആർട്ടിസ്റ്റും ആയിരിക്കണം, നേരെ തിരിച്ചും. സൂര്യ ഒരു കൂട്ടായ്മയാണ്, ഒരു സംഘടനയല്ല, ഒരു മൂവ്മെൻ്റാണ്. അത് യഥാർത്ഥ കല എന്താണെന്ന് കാണിക്കുകയും പഠിക്കുവാനുമുള്ളതാണ്. അത് ഇപ്പം ഞങ്ങളൊക്കെ എന്നെപ്പോലുള്ളവർ ഈ വയസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതിനൊരു അവസാനമില്ല പഠിത്തത്തിന്. ഈ ക്ലാസിക്കൽ മ്യൂസിക്കിനോ ക്ലാസിക്കൽ ഡാൻസിനോ നല്ല നാടകങ്ങൾക്കോ ഒക്കെ നല്ല സിനിമകൾക്കോ ഒക്കെ ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയാണ്, ഒരു കലാകാരൻ എന്നും ഒരു വിദ്യാർത്ഥിയാണ്. ഇത് തന്നെയായിരുന്നു തുടക്കത്തിൽ സൂര്യ തുടങ്ങാനുള്ള കാരണം യഥാർത്ഥ കലയ്ക്ക് ഇപ്പം ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം നല്ലൊരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്താൽ ഞാനൊക്കെ പോയി കാണാൻ പോകുമ്പോൾ അവർ പറയുന്നത് 5 പേരുണ്ടെങ്കിലേ കാണിക്കുകയുള്ളൂ എന്ന് പറയും. നല്ല സിനിമയാണ്, കാണേണ്ട സിനിമയാണ്, ഒരുപാട് പേര് കാണേണ്ട സിനിമയാണ്. പക്ഷേ 5 പേര് പോലും കാണാനില്ല എന്ന അവസ്ഥയാണ്. അതേസമയം വെറും ചവറ് സിനിമകളൊക്കെ 100 ദിവസമൊക്കെ ഓടുന്നു, അല്ലെങ്കിൽ ഓട്ടിക്കുന്നു, എന്താണെങ്കിലും അത് നടക്കുന്നു. അപ്പോൾ അതിനെതിരെ ചെറിയൊരു ശബ്ദം സൂര്യ പുറപ്പെടുവിക്കുന്നു. ഇതാണ് നല്ല. ഇപ്പോൾ റാപ്പോ അല്ലെങ്കിൽ ബാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് പോകും. ആ റാപ്പൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടാവും നിങ്ങളൊക്കെ, കസേരയില്ല ആൾക്കാർക്ക്. അവിടെ നിന്നാണ് കയറുന്നത്, 2000-3000 കൊടുത്ത് കയറുന്നു, എന്നിട്ട് കസേരയില്ല. അപ്പം പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു തുള്ളുകയാണ്. ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണോ ഒന്ന് ആലോചിക്കണം. ഇത് നമ്മുടെ സംഗീതമാണോ ഇത്? പക്ഷെ അതിനുവേണ്ടി തുള്ളുകയാണ്. അതേസമയം യഥാർത്ഥ സംഗീതം നമ്മളിവിടെ വയ്ക്കുമ്പം ആ ഒരു ക്രൗഡ് കിട്ടുന്നില്ല. സത്യമാണ്. നല്ല സിനിമ കാണാനായിട്ട്, അങ്ങനെ നല്ല നാടകം കാണാനായിട്ടൊന്നുമില്ല. എല്ലാവർക്കും ഈ ഗ്ലാമറിൻ്റെ പുറത്തുള്ള ഇതാണ്. സിനിമാ താരങ്ങൾക്ക് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം അത് മറ്റുള്ള കലകളെ കൊല്ലുകയാണ്. ക്രിക്കറ്റ് കളിക്കാർക്ക് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം, അവിടെ നമ്മുടെ ഗെയിംസിനെ എല്ലാം, ഇപ്പോൾ വോളിബോളും ബാസ്കറ്റ് ബോളും ഒന്നും കളിക്കാൻ ആളില്ലല്ലോ. നല്ല കളിക്കാരുള്ള സ്ഥലമാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകുമ്പം നമ്മൾ സ്വയം ചിന്തിക്കണം. ഈ ക്രിക്കറ്റ് കളിക്കാർ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു എന്ന് പറയുന്നു. ആരാണ് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്? എല്ലാവരും പണത്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി കളിക്കണം, നീ ഇപ്പോൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര തരുമെന്നല്ലേ ആദ്യത്തെ ചോദ്യം. എന്നാലേ അവർ ഇന്ത്യക്ക് വേണ്ടി കളിക്കൂ എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ചൊരു തെയ്യം കലാകാരൻ്റെ അടുത്തൊന്ന് പറഞ്ഞു നോക്കൂ, ഇത് കേരളത്തിൻ്റെ തനത് കലാരൂപമാണ്, എല്ലായിടത്തും പോയി കളിക്കണം, തരാനുള്ള പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ കലയാണ് വലുത്. അവന് പൈസയും വേണ്ട, ഒന്നും വേണ്ട. അവൻ ചിലപ്പം സ്വന്തം പൈസ മുടക്കി ചെന്ന് ചെയ്തു എന്ന് വരും. അങ്ങനെയുള്ളവരെ നമ്മൾ അംഗീകരിക്കാനായിട്ട് തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അംഗീകാരങ്ങൾ പല വിധത്തിലുണ്ട്. അത് നമ്മുടെ ഇപ്പം താങ്കൾ ഈ ചോദ്യം ചോദിക്കുന്നു, അത് എന്നോടുള്ള ഒരു കൺസേൺ കൊണ്ടാണ് അത് ചോദിച്ചത്, അല്ലേ? ഇപ്പം എനിക്ക് അർഹതപ്പെട്ട ഒരെണ്ണം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുരസ്കാരങ്ങൾ അധികം കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് തന്നെ ഒരു അംഗീകാരമാണ്. അംഗീകാരങ്ങളെ ആർക്കും തടയാനാവില്ല. അത് എന്നാണെങ്കിലും വരേണ്ടത് വരും. അതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കിട്ടുകയില്ല എന്ന് പറഞ്ഞ് തളരുന്നും ഇല്ല. അത് കുഞ്ഞിലേ ഉള്ള ഒരിതാണ്. ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തളരാ. എനിക്ക് ഈ എതിർപ്പുകളൊക്കെ ആദ്യത്തെ സ്റ്റേജിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എതിർപ്പുകളെ കണ്ട് നമ്മൾ പേടിച്ചിരുന്നെങ്കിൽ സൂര്യ ഇത്രയും ഇപ്പം 50 കൊല്ലമായില്ലേ. ആ ഒരു ഇത് നമ്മൾ, ആ ഒരു ശക്തി നമുക്ക് ദൈവം തരുന്നുണ്ട് ഇത് ഫേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഈ അംഗീകാരങ്ങൾ എന്താണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കും.
പിന്നെ ജനങ്ങൾ ഒരുപാട് അംഗീകാരങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ തന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് യഥാർത്ഥ കലാകാരൻ. അവൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവണം. അവൻ നൃത്തം ചെയ്യുന്നത് ഈശ്വരന് വേണ്ടിയിട്ടായിരിക്കണം. അതാണ് യഥാർത്ഥ കലാകാരൻ എന്ന് പറയുന്നത്. യഥാർത്ഥ കലാകാരൻ ഒരിക്കലും ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കാതെ ഞങ്ങൾ എന്ന് ഉപയോഗിക്കുകയും ഞാൻ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ഒരാളാണ് യഥാർത്ഥ കലാകാരൻ. മറ്റവരെയൊക്കെ കമേഴ്സ്യലാണ്. നമ്മളിപ്പം ഈ ഒരു കല കച്ചവടം ചെയ്യുന്നവരെ ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും ഞാൻ കലാകാരന്മാരെന്ന് വിളിക്കാറില്ല, കച്ചവടക്കാരെന്ന് തന്നെയാണ് വിളിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പലതും വിൽക്കാൻ ആൾക്കാർ വരുമല്ലോ, ഇത് അവർ കല വിൽക്കുന്നു, അപ്പോൾ അവർ കച്ചവടക്കാർ. പക്ഷേ അല്ലാതുള്ളവരുണ്ട്, കല വിൽക്കാനുള്ളതല്ല, പ്യൂരിഫൈ ചെയ്യാനുള്ള, സമൂഹത്തിന്. ഇപ്പം അമ്മ പാടുന്നു, അമ്മയ്ക്ക് ഒരമ്മ, ഏതമ്മയുമാണ്, ലോകത്തിലെ ഏതമ്മയുമാണ്, ആ അമ്മയ്ക്ക് താളം എന്താണെന്നറിയില്ല, ശ്രുതി എന്താണെന്നറിയില്ല, രാഗം എന്താണെന്നറിയില്ല, സ്വരസ്ഥാനം എന്തെന്നറിയില്ല, കണ്ഠശുദ്ധി എന്താണെന്നറിയില്ല. പക്ഷേ ആ അമ്മ താരാട്ട് പാടുന്നു. അതാണ് യഥാർത്ഥ സംഗീതം. വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, താനെ പാടിപ്പോകുന്ന ആ സംഗീതമുണ്ടല്ലോ, അതാണ് സംഗീതം, അതാണ് യഥാർത്ഥ സംഗീതം. ആ സംഗീതത്തെയാണ് സൂര്യയിൽ കൂടി കൊണ്ടുവരാനും പ്രചരിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ ഒരു പരാജയമൊന്നും സംഭവിച്ചിട്ടില്ല ആ കാര്യത്തിൽ. ഇപ്പോഴും നല്ല സപ്പോർട്ടുണ്ട്. എങ്കിലും മറ്റേതിൻ്റെ അത്ര ഒരു പോപ്പുലാരിറ്റി നമുക്ക് ഇനിയും കിട്ടാനിരിക്കുന്നു. ഞാൻ പറഞ്ഞ മറ്റേ ഗ്ലാമർ എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്ന കലകളോടൊപ്പം നിൽക്കാനുള്ള ത്രാണി ഇതുവരെ വന്നിട്ടില്ല.